ബോഡി ഇവിടെ ഉണ്ട്. എന്നെ കൊണ്ട് തന്നെ പറ്റുകയില്ല. 1-2 പേരെ കൂടെ ഇറക്കണം. ഏകദേശം എത്ര നേരമായിട്ടുണ്ടാവും തെരച്ചിൽ തുടങ്ങിയിട്ട്? രാവിലെ തന്നെ തുടങ്ങിയായിരുന്നു സാറേ. ഏതാണ്ട് ഒരു 2-3 മണിക്കൂറായി കാണും സാറേ. ഇതാ പയ്യൻ തന്നെയാണെന്ന് ഉറപ്പാണോ? ഉറപ്പാ സാറേ, ഇതാ പയ്യൻ തന്നെ. ആ പയ്യനെ അറിയാവുന്ന ഒരാൾ രാവിലെ ബോഡി കണ്ടതാ. അവരത് എടുക്കാൻ നോക്കുമ്പോഴത്തേക്കിന് ഒഴുകി പോയതാ സാറേ. രാവിലെ 6 മണിയോടെ ആ ബോഡി കണ്ടത്. ഈ പയ്യൻ്റെ ആരെങ്കിലും വന്നിട്ടുണ്ട്? പയ്യൻ്റെ അച്ഛൻ തകർത്തിരിക്കുവാണെന്നറിയാം. പക്ഷേ താൻ ആ പയ്യൻ്റെ അച്ഛനെ വിളി. ഫോർമാലിറ്റി സാർ. ചേട്ടാ ഒന്ന് അവിടെ വരെ. എന്റെ കുഞ്ഞാകുമോ സാർ? എന്റെ കട്ടപ്പന ആകെ മാറി. നീ വന്ന സ്ഥിതിക്ക് കട്ടപ്പന മാറിയെന്നല്ല, കട്ടപ്പന നാറിയെന്ന് വേണം പറയാൻ. കടമ്പ് ബാബു കണ്ടു കഴിഞ്ഞാൽ ലീവിനെന്ന പട്ടാളക്കാരനാ വിചാരം. നീ ഓടാൻ പോയിട്ട് എന്നായി? എന്നാ പറയാനാടാ, ബംഗാളികൾ എന്നാ ഓട്ടോ ഉസേൻ ബോൾട്ടോടോ ഇങ്ങനെ. നീ ഒന്നും ആക്കിയൊന്നും വേണ്ട, ഇതൊക്കെ ലൈഫിൽ എന്റെ ഒരു എക്സ്പീരിയൻസ്. നമ്മുടെ കലിഞ്ഞിനെ ശുഭിച്ചടാ ഇല്ലേ? ഏത് പുള്ളി ഇവൻ ഈ പ്രായത്തില റിട്ടയറായി. എന്നിട്ട് ഇവൻ ഇപ്പോഴും നടക്കുവോ പട്ടാളത്തിൽ ചേരാനായിട്ട്? നാട്ടുകാരിപ്പോ ഒരു പേരിട്ട് കൊടുത്ത് ഇയാള് തമിഴകത്തിന്റെ തല അയത്തൊന്നുമല്ലല്ലോ. ഈ കട്ടപ്പനയിലെ സാധാരണ അജിത്തല്ലേ. പിന്നെ കൂടുതൽ ഉണ്ടാക്കണ്ട, ബാഗ് എടുത്തിട്ടാ നിന്നേടാ. ഒരു കാര്യം പറയാണ്ട്. എന്നാടാ? ഒരു വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട്. എന്ത് വഴി? എടാ നമ്മുടെ മുനിമൽ റിസോർട്ടിൽ അത് കൊടുക്കാനിട്ടേക്കുവാ. ഞങ്ങളൊന്ന് പോയാൽ. അതൊക്കെ ഇപ്പോഴാണ് സംസാരിക്കുന്നത്. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. ഇപ്പം നീ വണ്ടി കയറി. പയ്യെ പയ്യെ നോക്കി ഞാൻ എടുക്കണു. ഇന്നലെ ജസ്റ്റ് മിസ്സിനാ ടിപ്പറിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടത്. പയ്യെ. ഡൽഹിയിൽ തൂക്കുവാലൊന്നുമില്ല ഇതുപോലെ. ഓ അലക്സേ, നീ എന്തോ പറയണ്ടെന്ന് പറഞ്ഞല്ലോ. എടാ നമ്മുടെ സണ്ണിച്ചായില്ലേ? ഏത് സണ്ണിച്ചായ? എടാ നമ്മുടെ മുനമ്പേൽ റിസോർട്ടേ. ആ
പുള്ളി മുനമ്പേ റിസോർട്ട് വിൽക്കുന്നതെന്നാണ് കേട്ടെ. അയ്യോ അതിനകത്താണ് വിൽക്കുന്നത്? അത് നല്ല പ്രോപ്പർട്ടി അല്ലായിരുന്നു. കാര്യം എന്താണെന്നൊന്നും അറിയില്ല, എന്നാലും കേട്ടതുള്ളതാ. അത് കേട്ടപ്പോൾ ഒരു ഐഡിയ തോന്നി. എന്താ ഐഡിയ? എടാ ഞങ്ങളെ 2 ദിവസം മുമ്പ് അച്ചായനെ പോയി മീറ്റ് ചെയ്തായിരുന്നു. വെറുതെ ആവശ്യമില്ലാത്ത വള്ളിയും പിടിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ വരലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള ആവശ്യങ്ങളുമായിട്ട് എൻ്റെ മുന്നിൽ എത്തിയേക്കരുത്. എത്തിയാൽ ഇനി എൻ്റെ സ്വഭാവം മാറും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. സജി, ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ്. നിനക്കെന്നെ നന്നായിട്ട് അറിയാലോ. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കേസിൽ ഞാൻ ഇടപെടത്തില്ല. ഇനി മേലെ എന്നെ വിളിച്ചേക്കരുത്. വെച്ചിട്ട് പോടാ. എടാ മക്കളെ, നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. കൊറോണയ്ക്ക് ശേഷം ബിസിനസ്സാകെ ഡള്ളാന്നേ. എനിക്കിപ്പോൾ ഇത് വിറ്റ് ഒന്ന് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കൂ. അച്ചായ ഇതിപ്പോൾ എൻ്റെ വാക്കും കേട്ട ചയ്യന്മാരൻ്റെ കൂടെ പോന്നേക്കുന്നേ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിറ്റുകളാൻ എളുപ്പമല്ലേ അച്ചായോ? സ്വർഗം പോലുള്ള വസ്തുവല്ലേ. ഞങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ പൊന്നുപോലെ നോക്കി നടത്തിക്കോളാം. പിന്നെ മാസാവസാനം അച്ചായനൊരു തുക എത്തിക്കാം. പിന്നെ ഞങ്ങൾക്കും അതൊരു ജീവിതമാർഗ്ഗമാണ് ചായ. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെന്ന് നോക്കിയേ. ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പറയാൻ അച്ചായ മാത്രമല്ലേ ഉള്ളൂ. എടാ അലക്സേ, ഇത് എൻ്റെ തന്നെ ഒരു പ്രോപ്പർട്ടി അല്ല. എനിക്ക് പലരോടും ആലോചിക്കാനുണ്ട്. അളിയന്മാരോടൊക്കെ കൂടി ആലോചിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. കുഴപ്പമില്ല, നീ സമാധാനത്തിൽ പോ. പ്രശ്നമില്ല, വിഷയമുള്ള കേസൊന്നുമല്ല. നീ വയ്ക്കോ, ഞാൻ വിളിക്കാം. ഓക്കെ, മതി, ആലോചിച്ചിട്ട് മതി. അലക്സേ, കുഴപ്പമില്ല, പൊയ്ക്കോളൂ. ഞാൻ ആലോചിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ശരി ശരി. ഇപ്പം എന്താ ചെയ്യുക? റിസോർട്ടൊക്കെ ലീസിനെടുക്കുന്ന നല്ല കാര്യം തന്നെയാ. പക്ഷേ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടോ? എടാ ആദ്യം അച്ചായൻ തരുമോന്ന് നോക്കട്ടെ. എടാ അച്ചായന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അച്ചായന് 2 അളിയന്മാരുണ്ട്. അവന്മാരാണ് പ്രശ്നം. എന്തായാലും അച്ചായ എന്നെ വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് വീട്ടിലോട്ട് ചെല്ലാനാണ് പറയാം. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പം വീട്ടിൽ പോയി കുളിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. സന്ധ്യയാകുമ്പോൾ നമുക്ക് എല്ലാവരും കൂടെ പോയി അച്ചായനെ ഒന്ന് കാണാം. സാറേ, ആ അച്ചായനും അച്ചായൻ്റെ അളിയനും അവരുടെ ആ സംസാരത്തിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. പ്രത്യേകിച്ച് അച്ചായൻ്റെ അളിയൻ. അന്നത്തെ ദിവസത്തെ ആ സംഭവം സാറിന് എന്താ തോന്നുന്നത്? അച്ചായ, 1-2 ചെറിയ കാര്യങ്ങൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി. എന്ത് പറ്റി സാറേ? വേറൊന്നുമല്ല, ആ കാണാതായ പയ്യനില്ലേ ഹരി, അവൻ്റെ കാര്യം ഒന്നറിയാനാ. അതേത് പയ്യൻ? ശരി, ഞാൻ പറയാം. റിസോർട്ട് വാടകയ്ക്ക് നൽകാമെന്ന് നിങ്ങൾ ആ ചെറുപ്പക്കാരോട് പറഞ്ഞതാണ്. റിനോവേറ്റ് ചെയ്തു തരാമെന്നും 6 മാസം കഴിഞ്ഞ് മതി വാടകയെന്നും നിങ്ങൾ പറഞ്ഞു. പക്ഷേ അവരെ കൊണ്ട് ഒരിക്കലും കൂട്ടിയാൽ കൂടില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും താൽക്കാലിക ഡിപ്പോസിറ്റായി 20 lakhs ചോദിച്ചത് ഒട്ടും മനസ്സിലായില്ല. അതവരെ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നോ, അതോ അതിന് തക്ക സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾക്കുണ്ടോ? സണ്ണിച്ചായോ, എന്താ ഒരു ചോദ്യം ചെയ്യലിന്റെ ടോൺ സാറിന്? സാറേ, ഞങ്ങൾ ഈ ബിസിനസ്സുകാരാകുമ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാവും. പക്ഷെ സാറ് പറഞ്ഞ 20 ലക്ഷം രൂപ അവർ 4 പേര് കൂടി കഴിയുമ്പോൾ ആൾക്കൊന്ന് 5 ലക്ഷം രൂപ വെച്ചിട്ട് ആൾക്ക് പരിഹരിക്കേണ്ട കേസേ ഉള്ളൂ. അത് വലിയൊരു പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. സാറ് പറഞ്ഞ ഈ കൂട്ടിയാ കൂടാത്ത 20 ലക്ഷം രൂപ അവന്മാർ വെറും 10 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ട് അച്ചാനെ വിളിച്ച് വിവരം പറഞ്ഞല്ലോ. അത് അവന്മാരെങ്ങനെ ഉണ്ടാക്കിയെന്ന് സാർ ആദ്യം പോയി അന്വേഷിക്കും. എന്നിട്ട് ഒന്നും ഉണ്ടാക്കാം. അതന്വേഷിക്കാൻ എനിക്കറിയാം. നീ ആരാ? നാട്ടിൽ 4 ചെറുപ്പക്കാർക്ക് ഒരു ജീവിതമാർഗമായിക്കോട്ടെ എന്നാ കരുതിയത്. അതിപ്പം നമുക്കെതിരായിട്ട് വന്ന ജോബി, നമുക്ക് നോക്കടാ. എന്താ ഭീഷണിയാണോ? ആന്ന് തന്നെ വെച്ചോ. ഞങ്ങൾ മലയോര കർഷകരാ സാറേ, പാവങ്ങളാ. ഞങ്ങളുടെ കൃഷിക്ക് ദോഷമായിട്ട് ഏതെങ്കിലും കാട്ടുമൃഗങ്ങളോ മനുഷ്യരോ കയറി വന്നാ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യും, ശക്തമായി തന്നെ പറഞ്ഞേക്കാം. അച്ചായ, കേസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ ഇങ്ങോട്ട് വന്നത്. ഈ രീതിയിലാണ് പെരുമാറ്റമെങ്കിൽ കേസിന്റെ രീതി മാറും, എൻ്റെ സ്വഭാവം മാറും. പിന്നെ നിന്റെ ഡിഫൻസ്, അതിനുള്ളൊരു വകുപ്പായിട്ട് ഞാൻ വരുന്നുണ്ട്. ഞാൻ ഇടക്കാലത്തൊന്നും ഇത്ര സന്തോഷിച്ചിട്ടില്ല. നാളെ അച്ഛൻ ഈ കാശും കൊടുത്ത് എഗ്രിമെന്റ് എഴുതിയ നമ്മളാരാ? റിസോർട്ട് മുതലാളിമാർ. കേൾക്കുമ്പോൾ തന്നെ കുളിരാൻ കയറാണ്. എടാ അലക്സേ, സംഭവമൊക്കെ ശരിയാ. നിന്നെ ഒരാളെ വിശ്വസിച്ച് ഈ പണിക്കിറങ്ങിയേക്കുന്നത്. എന്തെങ്കിലും ഒരു പണി പാളിയ നമ്മൾ 4 പേരും കൂടി മലമുകളിൽ ചാടാൻ നിവർത്തിയുള്ളൂ. അലക്സേ,
ഈ പൈസയ്ക്ക് ഇപ്പം നമ്മുടെ ജീവൻ്റെ വിലയുണ്ട്. ദൈവൻ ഇവൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൈസ, അതുപോലെ ഇവൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന അത്രയും. അതുപോലെ തന്നെയാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ. ഞാൻ പൊന്നുപോലെ കൊണ്ടുവരുന്ന ബൈക്കൂടെ വിറ്റിട്ടാണ് ഇതിവിടെ കൊണ്ട് വച്ചേക്കുന്നത്. അതെന്നടാ ഹരി നീ അങ്ങനെ പറയുന്നേ? പിന്നെ ഞാനിതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്നാ? നിങ്ങൾക്കൊക്കെ ആരേലും ഉണ്ട്, എനിക്ക് ആരാടാ ഉള്ളത്? ഇത് ഉണ്ടാക്കിയ പാടെ എനിക്കും അറിയാം, കർത്താവിനും അറിയാം. പിന്നെ ഈ കാശെന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു കിട്ടുന്ന കാശ് തന്നെയല്ലേ? പിന്നെ എന്തിനാ നീയൊക്കെ പേടിക്കുന്നേ? ഡാ, ഇനി അച്ഛനങ്ങനെ തിരിച്ചു തരാതിരിക്കുമോ? ഒന്ന് ചുമ്മാ ഇരുന്ന ഓരോ കാര്യത്തിനിറങ്ങുമ്പോൾ ഓരോ നെഗറ്റീവായിട്ട്. ഡാ സമയത്രയായി? എടാ 12 മണി കഴിഞ്ഞോ? ഓ നോക്കിക്കൊണ്ടിരിക്കാതാ, വേഗം വീട്ടിൽ പോ. വേഗം മാറുക. വാടാ. എടാ ബോബി മോനെ, നാളെ മുതൽ നീ ആരാ? റിസോർട്ട് മുതലാളിയാണ്. റിസോർട്ട് മുതലാളി. ഞാൻ ബാഗ് പിടിക്കാം. എൻ്റെ മാതാവേ, എന്നാടാ ഇതെന്താ? കാശ് ഇതെന്നെ തന്നെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നേ? നീ കൊണ്ടുപോകും. ഇത് ഞാൻ കൊണ്ടുപോകാനാ? പിന്നല്ല എൻ്റെ അലക്സേ, എനിക്ക് പേടിയാ. എനിക്കൊന്നും മേലെ എത്രയും പൈസ കൊണ്ടുപോകാനായിട്ട്. ഒരു കാര്യം ചെയ്യ്, ബോബി കൊണ്ടോട്ടെ. ഞാനാ? എൻ്റെ പൊന്നുകാരി, നീ ഇത് എന്നാ വർത്താനാ പറയുന്നേ? ഞങ്ങൾ ഈ 3 ചുരിറങ്ങി വീടെത്തുമ്പോൾ എത്ര സമയമാവുന്ന? ഈ 2 വളവ് തിരിക്കാൻ നിൻ്റെ വീടല്ലയോ? അതല്ലേ എളുപ്പം. ഡാ ഞാൻ കുടിച്ചിട്ടുണ്ടടാ. അയ്യോ, നമ്മൾ ആരും അടിച്ചിട്ടില്ല. നമ്മൾ പിന്നെ വൈനാണല്ലോ അടിച്ചേക്കാം. ഡാ ഈ സമയത്ത് എന്തായാലും ചെക്കിങ് ആണ്. പോലീസ് എങ്ങനെ പിടിച്ചാൽ എന്നായി? എടാ പോലീസാണോ നിന്റെ പ്രശ്നം? നീ എന്തിനാ പേടിക്കണേ? ഈ ജവാൻ ബോബി ഉള്ളപ്പോ എൻ്റെ പേര് പറഞ്ഞാൽ പക്ഷേ അഡ്രസ്സ് കൊടുക്കല്ലോ. എന്നെയും പറയല്ലേടാ. എന്നോ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്നെ വീട്ടിലോട്ടാക്ക്, എന്നിട്ട് വെക്കോ. അത് നന്നായിരിക്കും. ഇനി അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ 2 ചോരവും കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് നാളെ രാവിലെ ആവും. ഞാൻ ഇതിനൊരു തീർപ്പ് പറയാം. ഇത് നമ്മൾ ആരെയും കട്ടതോ പിടിച്ചു പറിച്ചതോ അല്ല. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ്. പിന്നെ നാളെ മുതൽ നീ ലക്ഷങ്ങളല്ല കോടികളും കൊണ്ടാണ് ഇതുവഴി പോകാനുള്ളത്. ഇതൊരു റിഹേഴ്സൽ ആയിക്കോട്ടറ. പിന്നെ ഒരു കാര്യം, നാളെ കറക്റ്റ് 12 മണിക്ക് നമ്മൾ ഈ കാശുമായി അച്ചായൻ്റെ അടുത്ത് പോകുന്നു, ഡീല് സംസാരിക്കുന്നു. മറ്റന്നാ മുതൽ വിട്ടോ വേഗം വിട്ടോ. അലക്സേ, ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് പോവാൻ നോക്കടാ. എൻ്റെ ദൈവമേ, ഇത് കഷ്ടമാണ്. പോടാ. എടാ ഹരി, ഒന്ന് വണ്ടി എടുത്തോണ്ട് പോടാ, നേരം വെളുക്കാറായി, രാവിലെ വരാനുള്ളതല്ലേ. നിങ്ങൾ ഇവിടെ നിന്നാണല്ലേ അവസാനമായി കണ്ടുപിരിഞ്ഞത്? അതെ സാർ, ഇവിടെ ഏതുവഴിയാ വന്നേ? കുരിശടിയുടെ പുറകെ കൂടെ ഒരു ഇടവഴിയുണ്ട്, അതുവഴി ഇവിടെ വന്നു. ഏപ്രിൽ 18-ാം തീയതി രാത്രി 12:30 ശേഷം നിങ്ങൾ 4 പേരും ഇവിടെ നിന്ന് 3 വഴികളിലേക്ക് പിരിഞ്ഞുപോയി. പിന്നെ പണവുമായി പോയ ഹരി ഇതുവരെയും തിരികെ വന്നിട്ടില്ല. പിന്നീട് അങ്ങോട്ട് ആരുമായിട്ടും ഒരു കോണ്ടാക്ട് ഉണ്ടായിട്ടുമില്ല. ഇത്രയും ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവൻ ആ പണവുമായി കടന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവനെ കാണാതായിട്ട് ഇന്ന് 2 ദിവസമായി സാറേ. അവനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്തിനുള്ളിൽ നമ്മൾ അറിയേണ്ടതല്ലേ സാറേ? പിന്നെ നാട്ടുകാരെല്ലാം പറയുന്ന പോലെ അവൻ ചുരം ഇറങ്ങാനാണ് സാധ്യത. അലക്സേ, ഇനി അന്ന് രാത്രി അവൻ്റെ കയ്യിലുള്ള പണം തട്ടാൻ അവനെ ആരെങ്കിലും അപായപ്പെടുത്തിയാണെങ്കിലോ? സാറേ, അങ്ങനൊരു സാധ്യതയില്ലേ? നിങ്ങൾ പോവാ, നമുക്കിനി ഹരിപോയ വഴിയിൽ പോയി നോക്കാം.
12:55 1 മണിക്ക് ഇടയ്ക്കാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ലൊക്കേഷന് കവറേജ് ഇല്ലെന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഹെയർ പിന്നോട് ഇറങ്ങിയാൽ മാത്രമേ കവറേജിലേക്ക് എത്തുകയുള്ളൂ. എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ആയ ലൊക്കേഷൻ സാറിന് ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ദീപക്. താങ്ക് യു സർ. എന്തെങ്കിലും കൊണ്ട് വിളിക്കാം. ഓക്കെ. ദേ, ഇവിടെ ഒരു സിഗ്നൽ ഇല്ല. അല്ല സാറേ, അവൻ ഈ ചുരം ഇറങ്ങിപ്പോയതാണെങ്കിൽ അവൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയെടുത്തുനിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാ? താൻ കുറച്ചു മുമ്പ് ചോദിച്ചില്ലേ, അതിനുള്ള മറുപടി അത്. എൻ്റെ പ്രഡിക്ഷൻസ് ഒരിക്കലും എനിക്ക് തെറ്റാറില്ല. അവനവൻ്റെ കൂട്ടുകാരെ ചതിച്ച് ഒരിക്കലും ഈ ചുരം ഇറങ്ങിപ്പോകാനാകില്ല. അങ്ങനെയെങ്കിൽ ഈ മൊബൈൽ ഫോൺ നമുക്ക് കിട്ടത്തില്ല. അതും ഇങ്ങനെ അവനെന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ പയ്യന്മാരാകെ തകർന്നിരിക്കുക സാറേ. ആരൊക്കെയോ പറഞ്ഞത് മനസ്സിൽ കയറ്റി അവന്മാരിപ്പോൾ അവനെ ശത്രുവിനെ പോലെ കാണുന്നുണ്ടാവും. അവന്മാരുടെ ഉള്ളിൽ നിറയെ അവനാ. അതാണ് ഫ്രണ്ട്ഷിപ്പ്. വണ്ടിയുടെ നാളെ ആ മൈതാനം വരെ ഒന്ന് പോയാലോ സാറേ? അവിടെ കുറെ പിള്ളേരുണ്ട് സാറേ, വിഷയമാമാര്. എന്തെങ്കിലും ഒരു ഹിന്റ് അവിടെ നിന്ന് കിട്ടിയാലോ? എങ്കിൽ അവന്മാരൊന്നും ഉണ്ടാകാം. നിങ്ങൾ ആരടാ ലാല്? ഞാനാ സാറേ ലാല്. ലേറ്റായിട്ടാണല്ലോ വീട്ടിൽ പോകുന്ന അറിഞ്ഞത്. കൊള്ളാം. ഹരി എന്നൊരു പയ്യൻ മിസ്സിംഗ് ആയ കാര്യം അറിയോ? അറിയാം സാറേ. അന്ന് രാത്രി നിങ്ങൾ 1-2 പേരെ അവനെ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. കൊള്ളാന്നോ? ഉറപ്പാണേ? ആണോ? ശരി, എന്തെങ്കിലും ഞാൻ വിളിപ്പിക്കും. എന്തുകൂടാ സാറിന് നമ്മുടെ ഹരി, അവനെ കണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. അവനെ കാണാതായിട്ട് 2 ദിവസമായി. എനിക്ക് തോന്നണില്ല അവനങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. നമ്മളെ ചോദിക്കാൻ അവന് പറ്റൂലടാ. എനിക്ക് ഉറപ്പുണ്ട്. അവനെന്തോ അവനെന്തോ പറ്റിയെന്നാ നീയൊക്കെ പറയുന്നേ? നീയൊക്കെ ഇപ്പോഴും പറയുന്നത് അവൻ്റെ കാര്യ. ആ കാശ് കിട്ടിയില്ലെങ്കിൽ അന്ന് അവൻ പറഞ്ഞേ ഈ കൊക്കലെടുത്ത് ചാടേണ്ടി വരും. നമ്മൾ അവനെ തിരക്കാൻ ഇനി ഏതെങ്കിലും ഒരു സ്ഥലം ബാക്കിയുണ്ടോ? ഈ കാടായ കാട് പുള്ളി തിരക്കിയില്ലേ? നിന്നെയൊക്കെ കാണുന്നതിന് മുമ്പ് ഞാൻ അവനെ കണ്ടവനാ. ഞാൻ അവനെ സ്നേഹിച്ച പോലെ അവൻ്റെ അമ്മ പോലും അവനെ സ്നേഹിച്ചു കാണില്ല. പറ്റല്ലടാ, ഓരോ തവണ കണ്ണടിക്കുമ്പോഴും അവൻ്റെ മുഖമാ. അവൻ അലക്സ എന്ന് പറയും ഓടി വന്ന് കഥവിൽ മുട്ടുന്നതാ. അളിയ, ഞാൻ ഒരു കാര്യം പറയാം. അവനെങ്ങാനും നമ്മളെ ചതിച്ചെങ്കിൽ ഞാൻ അവനെ കൊല്ലും. ദൈവത്തിനാണെങ്കിൽ അവനെ കൊല്ലും. പറയുന്നത് അലക്സ. എടാ അലക്സേ, എടാ പറയട്ടാ, അവൻ നമ്മുടെ ഹരിയല്ലടാ. അലക്സേ, ഇച്ചിരി വെള്ളം താടാ. അലക്സേ, കാശെന്തിയടാ? ഞാൻ പറയാം, നീ ഒരു കോപ്പം പറയണ്ട. കാശെന്തിയടാ?
എടാ ഞാൻ പറയാടാ, എടാ ആ കാശിന് എന്റെ നിന്റെ ഒക്കെ ജീവന്റെ വില ഉണ്ട്. നീ ആ കാശോട് എന്തേടാ? അലക്സ് ഞാൻ പറയുന്നത് കേൾക്കണം. അലക്സേ 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 തുറക്കണം. അലക്സേ 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 ഞാൻ പറയുന്നത് കേൾക്ക്. അലക്സേ അലക്സേ തുറക്കടാ. അലക്സേ. ഹലോ സാറേ, ഞാനാണ് അലക്സ്. സാർ, ഹരി ഇവിടെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. സാർ, അവൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. സാർ, ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ച് ശരിയാക്കില്ല. എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുക. സാർ, ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരും. പെട്ടെന്ന് വാ സാറേ, പ്ലീസ്. എവിടെയാവൻ? എവിടെ? തുറക്ക തുറക്ക. ഞാൻ തുറക്ക. എവിടെയുണ്ട്? ഞാൻ കണ്ടപ്പോൾ തന്നെ പിടിച്ചു ഇതിനകത്ത്. എവിടെയാവൻ? ഞാൻ എവിടാ? ഇവിടെ. എവിടെവൻ? ഹരി ഹരി, എടാ ഹരി, നീ പറയുന്നൊക്കെ ഉള്ളതാണോടെ? എവിടാടാ നീ? എവിടാ അവൻ? നീ മദ്യവെച്ചിട്ടുണ്ടോ? ഇല്ല സാർ, സത്യമായിട്ട് ഞാൻ മദ്യ വെച്ചിട്ടില്ല സാർ. പിന്നെ എന്തിനാ അവൻ? എന്റെ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ടേ സാറേ. ഇവിടെ ഡോറിൽ മുട്ടിയപ്പോ അപ്പൊ ഞാൻ തുറന്നു കൊടുത്ത് അകത്തോട്ട് വന്ന. എന്റെ കൂട്ടുകാരൻ കള്ളതാണെന്ന് നിനക്കൊരു മനസ്സിലായില്ല? വാ, പുറത്തു പോയി നോക്കാം. ഇവിടെ വരെ വന്നിട്ടുണ്ട്. അവൻ അവിടെ പോകാനാണ്. നീ കണ്ടോ? കണ്ടോ? അവിടെ ഉള്ളതാണോടാ? അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദൂരെ ഒന്നും പോകാൻ മനസ്സിലാവും. എവിടെയെങ്കിലും തന്നെ എവിടെയാടാ? ഇടയ്ക്ക് പിടിച്ച് നിർത്താത്തടാ അവനെ. പിടിച്ച് നിർത്തിയതാ. ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. ഇവിടെ എനിക്ക് അബദ്ധം പറ്റില്ല. എനിക്ക് കാശുണ്ടോ അവൻ? എടാ, ദൂരോട്ടാണ് പോയിട്ടുണ്ടാവും. ഹരി ഹരി, അവൻ ഇവിടെ വന്നിട്ട് എങ്ങോട്ട് പോയടാ? ഹരി കണ്ടില്ലേ? എവിടെയാണ് നീ കണ്ടേ? ഹലോ. ആ, എപ്പോ? ആ പയ്യൻ തന്നെയാണെന്ന് ഉറപ്പാണോ? ആ സ്പോട്ട് കൃത്യമായിട്ടൊന്ന് പറയാമോ? ശരി, ഞാൻ താഴ്ത്തി. എന്തോ സാറേ? ആ പയ്യൻ്റെ ബോഡിയാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകണ്ടേ സാറേ? പോവാം. ഓ, സാറേ. ആ, വാടാ. തകർന്നിരിക്കുക 3 പേരല്ലേ? ഹരിയുടെ മരണം അതൊരു വല്ലാത്ത സംഭവമായി പോയി. ഒരുപക്ഷെ നീ അന്ന് അവനെ പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ. ആ, പോട്ടെ.
പക്ഷേ അവൻ പോയപ്പോൾ ക്യാഷും കൂടെ പോയി. സാറേ ആ പൈസ കിട്ടോ സാറേ? ആ പൈസ കിട്ടില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ അലക്സുള്ളപ്പോൾ നിങ്ങളുടെ ക്യാഷ് എവിടെ പോനാ? അല്ല അലക്സ്, കാശോ? എൻ്റെ എവിടെന്നാ സാറേ ഇത്രയും കാശ്? ഞാൻ കൂട്ടിയാൽ കൂടുന്നൊരു തുകയൊന്നും അല്ലല്ലോ ഇത്. നിന്നെ കൊണ്ട് കൂട്ടിയാലേ കൂടൂ. പറ, ക്യാഷ് അവിടെ വെച്ചേക്കുന്നത്? സാറിത് ഏത് കാശിന്റെ കാര്യം സാറേ ഈ പറയുന്നത്? ആ ക്യാഷിന് വേണ്ടിയല്ലേ നീ നിന്റെ കൂട്ടുകാരനെ കൊന്നേ? സാറേ അനാവശ്യം പറയരുത്. ഇതെന്താണെന്ന് അറിയടാ നിന്റെ കൂട്ടുകാരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ നിന്റെ കൂട്ടുകാരൻ മരിച്ചിട്ട് നിനക്ക് 3 ദിവസമായി. ഈ 3 ദിവസമായ കൂട്ടുകാരനെ നീ എങ്ങനെ ഇന്നലെ കാണുന്നേ? സാറേ സത്യം ഞാനവനെ കണ്ടതാ സാറേ. അവനെന്റെ വീട്ടിൽ വന്നതാ. അവനെന്തൊക്കെ പറയാൻ ആഗ്രഹിച്ച് ഞാനത് കേൾക്കാൻ പോലും. അതൊക്കെ ഓർത്തിട്ട് എന്റെ ചങ്ക് പൊട്ടിപ്പോണ് സാറേ. അവൻ എന്റെ കൂട്ടുകാരൻ മാത്രമല്ല, എന്റെ കൂടപ്പുറപ്പിനെ പോലെയാണ്. ഞാൻ എന്തിനാ സാറേ അവനെ കൊല്ലുന്നത്? അപ്പൊ അത് കൊള്ളാം. മെഡിക്കൽ സയൻസും ഞങ്ങളും ഒക്കെ കള്ളം പറയാണല്ലേ? ഇപ്പൊ നീ പൊക്കോ, കൃത്യമായ തെളിവോടുകൂടി ഞാൻ വരും. നീ മാത്രമാണോ നിങ്ങൾ 3 പേരുടെ ചേർന്നാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. സാറേ ഞാൻ ഒന്നും ചെയ്തില്ല സാറേ. സാർ വേണമെങ്കിൽ എന്നെ തൂക്കിക്കൊന്നു. ഞാൻ അവനെ കൊന്നെന്ന് മാത്രം പറയല്ല സാറേ. അവന് ചെയ്തിട്ട അവൻ വന്നതാ എന്റെ വീട്ടില്. ഞാൻ കണ്ടതാ. അവൻ എന്തൊക്കെ എന്നോട് അലക്സേ സാറേ 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 ഞാൻ ഒന്നും ചെയ്യില്ല സാറേ. അലക്സ് എങ്ങനെ ചെയ്യില്ല സാറേ. സാറേ സാറ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്നാ സംശയം ഉണ്ടോ? ഇല്ലടാ, ഇല്ലടാ. നമുക്ക് സംശയമൊന്നും ഇല്ലടാ. എടാ ഞാൻ പറഞ്ഞ കേക്ക്. സാറെ പോയിട്ട് ദേഷ്യം പറഞ്ഞായിരിക്കും. നമുക്ക് സാറിന് സംസാരിക്കാം. നിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. നമുക്ക് സാറിന് സംസാരിക്കാം. നീ വിഷമിക്കാതെ. എന്തോ സാറേ, എന്തു പറ്റി സാറേ? 12-15 അവൻ റിസോർട്ട് വിട്ടിറങ്ങുന്നു. അതെ. 1 മണിയോടുകൂടി അവൻ മരിക്കുന്നു. ആ അതെ. ഈ 45 മിനിറ്റിനിടയ്ക്ക് അവൻ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഇതിനിടയ്ക്ക് അവനാരെങ്കിലും കണ്ടു കാണില്ലേ? കഴിഞ്ഞ 18-ാം തീയതി എന്ന് പറയുമ്പോൾ അന്ന് രാത്രി നോർമലി കരടിവളവില ചെക്കിംഗ് ഉണ്ടാവേണ്ടത്. അന്നേരം അവനെ അവരാരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അവൻ എന്തായാലും അവരെ കടന്നു പോകാൻ പറ്റത്തില്ലല്ലോ സാറേ. അവിടുത്തെ SI ജെയിംസ് സാറാ. സാറിനറിയാമല്ലോ, ആളിച്ചിരി റഫാ. പുള്ളി സഹകരിക്കുമെന്ന് അറിയത്തില്ല, എന്നാലും ചോദിച്ചു നോക്കാം. അത് സാരമല്ല, നമ്മളറിയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ജെയിംസ് അല്ലേ? എവന്റെ ഒറ്റ ഒരുത്തന്റെ വാക്കിന് പുറത്ത് പൊക്കോളണം. വിളിച്ചില്ല പോടാ. ജീവ എന്തുവാ കോൺഫിഡൻഷ്യൽ ആയിട്ട് കാണണമെന്ന് പറഞ്ഞ കാര്യം എന്തുവാ? സാറേ കഴിഞ്ഞ ഏപ്രിൽ 18-ാം തീയതി രാത്രിയിൽ 5-ാം വളവിൽ രാത്രി ചെക്കിങ്ങിന് സാറുണ്ടായിരുന്നു ഡ്യൂട്ടിയിൽ. ഏപ്രിൽ 18 എന്ന് പറയുമ്പോൾ ഏതാ ദിവസം? വെള്ളിയാഴ്ച. ആ, വെള്ളിയാഴ്ച ഞങ്ങൾ ചെക്കിങ്ങിനുണ്ടായിരുന്നു. അതിനുശേഷം ഏപ്രിൽ 22-ാം തീയതി സാറിൻ്റെ സ്റ്റേഷൻ പരിധിയിലുള്ള മലയടിവാരത്തിൽ ഒരു പയ്യൻ്റെ ബോഡി കിട്ടിയില്ലേ? അതെ, അന്ന് ആ ബോഡി എടുക്കുന്ന സമയത്ത് ഞാനും ഉണ്ടായിരുന്നു അവിടെ. ആ പയ്യനെ സാർ ചെക്കിങ്ങിനിടെ കണ്ടായിരുന്നു? അതെ, അന്ന് ഞാൻ അവനവിടെ കണ്ടായിരുന്നു. പിന്നെ സാറേ അവൻ നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. വേറെ പിന്നെ ആ പയ്യൻ നല്ലപോലെ അപ്സെറ്റ് ആയിരുന്നു. നീ കുടിച്ചിട്ടുണ്ടോടാ? ഇല്ല സാറേ. സത്യം പറയടാ. ഇല്ല സാറേ, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. നീ എന്താ കൂടെ അങ്ങോട്ട് നോക്കുന്നത്? ഒന്നുമില്ല സാറേ. സത്യം പറയടാ. സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല സാറേ. നല്ല മണം വരുന്നുണ്ട്, സത്യം പറഞ്ഞോ. നീ ഇന്ന് പോകത്തില്ല. ഇല്ല സാറേ, ഞാൻ തൊട്ടടുത്ത് തന്നെ സാറേ വീട്. അങ്ങോട്ട് പോകും. നിന്റെ വീട് എവിടാന്നല്ല ഞാൻ ചോദിച്ചത്, നീ കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല സാറേ. ആ ഊത്തുന്ന മെഷീൻ എടുത്തേ. സാറേ ഞാൻ ചെറുതായിട്ട് കുടിച്ചിട്ടുണ്ട്. ഇത്ര നേരം നീ എന്തോടാ പറഞ്ഞ? കുടിച്ചിട്ടില്ല പറഞ്ഞ് ഇപ്പം കുടിച്ചിട്ടുണ്ടെന്നോ? അവിടെ മാറിയില്ല അങ്ങോട്ട്.
സ്റ്റോപ്പ്. അങ്ങോട്ട് മാറില്ല. നീ എന്താ അങ്ങോട്ട് നോക്കുന്നത്? സാറേ വീട് തൊട്ടടുത്ത് സാറേ. നീ വീട്ടിലോട്ടാണോ നോക്കുന്നത്? മാറില്ല അങ്ങോട്ട്. സാറേ ഇവിടെ നിന്നോളാം. ഞാൻ ഒന്നും അങ്ങോട്ട് പോട്ടെ സാറേ. നീ കുടിച്ചിട്ട് വന്നേക്കുന്നത്. മാറിക്കടാ. സാറേ ഞാൻ ഒരുപാടൊന്നും കുടിച്ചിട്ടില്ല സാറേ. കൂട്ടുകാരോട് ചേർന്ന് ചെറുതായിട്ട് കുറച്ച് കുടിച്ചിട്ടുള്ളൂ സാറേ. വന്നപ്പോ തന്നെ അവിടെ കിടന്ന് പരുങ്ങുവാ സാറേ. ഒന്നുമില്ല സാറേ. നിന്റെ കൂട്ടുകാരെന്തേ? കൂട്ടുകാരെല്ലാം വീട്ടിൽ പോയി സാറേ. അവൻ്റെ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ്. അങ്ങനെയൊക്കെ അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരനല്ലേ, അതുകൊണ്ട് വിട്ടു. പക്ഷേ പിന്നീട് അവൻ്റെ ബോഡി കിട്ടിയത് കണ്ടപ്പോൾ സാറെന്നാ പയ്യനെ കണ്ട സമയത്ത് അവൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ബാഗ് ഇല്ല. ഉറപ്പാണോ? ഉറപ്പില്ല. കോൺസ്റ്റബിള് ജയനായിരുന്നു അവനെ പിടിച്ചുകൊണ്ട് വന്നത്. അവനന്ന് വന്ന വണ്ടി അവിടെ സൈഡിൽ ഒതുക്കിയിട്ട് അവനെ പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരികയും അവൻ്റെ അടുത്ത് സംസാരിച്ച് ഞാനൊടുവിൽ അവനെ വിടുകയാണ് ചെയ്തത്. പിന്നെ വേണമെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യാൻ ഞാൻ ജയനെ വിളിച്ച് ഞാനൊന്ന് ചോദിക്കാം. ജയ, ഞാൻ വിളിച്ചതേ, നമ്മൾ കഴിഞ്ഞ 18-ാം തീയതി വെള്ളിയാഴ്ച ആ 5-ാം വളവിൽ ചെക്കിങ്ങിന് നിന്നപ്പോൾ ഒരു പയ്യനെ വിളിച്ച് മെഡിക്കൽ എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ? 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ ബോഡി എടുക്കാൻ നമ്മൾ ഒരുമിച്ച് പോയിരുന്നില്ലേ? അന്ന് അവനെ പിടിച്ചുകൊണ്ടുവന്നപ്പം അവൻ്റെ കയ്യിലോ വണ്ടിയിലോ എവിടെയെങ്കിലും ഒരു ബാഗ് ഉള്ളതായിട്ട് ജയൻ ശ്രദ്ധിച്ചായിരുന്നു. ഉറപ്പാണോ? ഓക്കെ ജയ. ഇല്ല ജീവ, അവൻ്റെ ബാഗൊന്നും ഇല്ലായിരുന്നു. ആ ജയ പറഞ്ഞോ. ആ ഓ, ഉറപ്പാണോ? ഓക്കെ ശരി, ഓക്കെ. ജയനാ ഇപ്പോൾ വിളിച്ചത്. അന്ന് ചെക്കിങ്ങിൻ്റെ സമയത്ത് ജയൻ്റെ കൂടെ രാജീവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഒരുമിച്ചുണ്ട്. അന്ന് രാത്രി രാജീവിന് വീട്ടിലൊരു ആവശ്യം വന്നപ്പോൾ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. പുള്ളി കുറച്ച് നേരത്തെ എൻ്റെ അടുത്ത് പോയി. പിന്നെ അന്ന് ഈ പയ്യനെ അവൻ കണ്ടായിരുന്നു. അന്ന് അവൻ്റെ ആ ബാഗ് ഉണ്ടായിരുന്നു. രാജീവ് അത് കണ്ടതാ. അയാളെ തറപ്പിച്ചെന്നാ പറയുന്നത്. പക്ഷേ രാജീവ് അവനെ കണ്ടതിനും എൻ്റെ അടുത്ത് എത്തുന്നതിനിടയിൽ ആ ബാഗ് എവിടെയോ മിസ്സായിട്ടുണ്ട്. സാറേ ഈ കേസാകെ കുഴഞ്ഞു മറിഞ്ഞു പോവുകയാണ് സാറേ. ആ, നമുക്ക് നോക്കാം. സാറേ ഈ ജയൻ ഈ പയ്യനെ കണ്ടത് കൃത്യമായിട്ട് എവിടെ വെച്ചാ ഒന്ന് പറയാൻ പറ്റുമോ? അത് ഞാൻ നിന്നെടുത്തുനിന്ന് കഷ്ടിച്ചൊരു 100 മീറ്റർ. 100 മീറ്റർ എന്ന് പറയുമ്പോൾ അത് വളരെ അടുത്താണല്ലോ സാറേ, അല്ലേ? കഷ്ടിച്ചൊരു ചെറിയ വളവിൻ്റെ ദൂരം, അത്രേ ഉള്ളൂ. അത്രയ്ക്ക് ചെറിയ സമയത്തിനിടയിൽ ആ ബാഗ് എങ്ങനെ മിസ്സാവും സാറേ? അത് തന്നെ ജീവ ഞാനും ആലോചിക്കുന്നത്. സാറേ അതേ രാത്രിയിൽ ആ സമയത്ത് വേറെ ഏതെങ്കിലും വണ്ടികൾ ഡൗട്ട്ഫുള്ളായിട്ട് സാറ് കണ്ടിരുന്നു? അന്നോ? വേറെ എന്തെങ്കിലും വണ്ടികൾ, കാറോ മറ്റോ? നമുക്കറിയാവുന്നൊരു മിക്സർ മെഷീനാണ് ലാസ്റ്റ് വന്നത്. അതപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് വിടുകയും ചെയ്തു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ള ആരവനെ എന്തോ ചെയ്യാനാ? പിന്നെ അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ കഥ, അതൊരു പക്ഷേ അവനുണ്ടായ തോന്നലായിക്കൂടെ? കൂടപ്പിറപ്പിനെ പോലെ കൂടെ നടന്നവൻ പെട്ടെന്നൊരു നിമിഷം ഇല്ലാതായപ്പോൾ അവർക്കങ്ങനെ തോന്നിക്കാണും. അങ്ങനെ ഇത്തരത്തിൽ എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അവനെ കൊല്ലാനും വേണ്ടി ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മറ്റെന്തോ ആണ്, അവന് മാത്രം അറിയാവുന്ന എന്തോ ഒരു കഥ. സാറേ ഞാൻ ഒരു കഥ പറയട്ടെ. ഒരു പക്ഷേ ഇതായിരുന്നെങ്കിലും അവന് പറയാനുള്ളത്. എൻ്റെ എല്ലാ കേസിലും എന്നെ സഹായിക്കുന്ന എൻ്റെ ഒരു പ്രഡിക്ഷനുണ്ട്. ഒരിക്കലും അതെനിക്ക് തെറ്റാറില്ല. അന്ന് ആ രാത്രിയിൽ ആ മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ നിന്നും അവർ 4 പേരും 3 വഴിയിലേക്ക് പിരിഞ്ഞു. ഇരവറിയാതൊരു കരയിൽ പകലൊരു നാൾ മയങ്ങി, മനമറിയാതൊരു കനവും മറുകരയോടിണങ്ങി. വഴിചാരാതെ മൊഴി മാറാതെ നേർമൊഴി തൊഴിയും വരയും വേറെ
അലക്സേ ഞാൻ പറഞ്ഞ പ്രൊഡിക്ഷൻ ശരിയാണെങ്കിൽ, അതാരും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ആ പണം അവിടെ തന്നെ കാണും. അതെനിക്ക് ഉറപ്പാണ്. നീ ഇത് എവിടാടാ എത്തിയ? ആ കയറി പോര്. എന്തൊരു തണുപ്പാടാ, എന്തൊരു മഴയാ, ഒരു രക്ഷയില്ല. എന്താടാ, എന്നാ പറ്റി? ഒന്നുമില്ലടാ, നമ്മൾ ഹരിയുടെ കാര്യം ആലോചിച്ചിരിക്കുകയായിരുന്നു. അവൻ പോയിട്ട് ഇത്രയും ദിവസമായിട്ടും മനസ്സിൻ്റെ വിങ്ങൽ ഇതുവരെയും മാറിയിട്ടില്ല. അവനിപ്പം നമ്മളോട് ഇവിടെ ഇരിക്കണവനാ. അലക്സ, അന്ന് ആ പണം കൊടുക്കാൻ നമ്മൾ കൂടെ പോയിരുന്നെങ്കിൽ നമ്മുടെ ഹരി ഇന്ന് കൂടെ ഉണ്ടായിരുന്നു. ഫോർമാലിറ്റി എല്ലാം കഴിഞ്ഞ് ആ കാശ് കൈ കിട്ടുമ്പോൾ വേറെ എന്തെങ്കിലും പരിപാടി നോക്കണം. നമ്മുടെ ഹരി ഇതൊക്കെ കാണുന്നുണ്ടാവൂടാ. അവൻ പിന്നെ ഇവിടെ പോകാനാണ്. അവനിവിടെ തന്നെ ഉണ്ട് നമുക്കിടെ. എനിക്ക് അവൻ്റെ ചിരിയും സംസാരവും അവൻ്റെ ഗന്ധവും എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ലേ അലക്സിയെന്ന് വിളിച്ച് എൻ്റെ വീട്ടിൽ ഓടിക്കയറി വന്നെന്ന്? അത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ കണ്ടതാ. അതെൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മായില്ല. എനിക്കിപ്പോഴും തീരാത്തൊരു സംശയമുണ്ട്. ഹരിയുടെ മരണത്തിൽ ജീവൻ സാറ് പറഞ്ഞ ജീവൻ സാറിൻ്റെ പ്രൊഡക്ഷനിലൊരു സ്റ്റോറിയല്ലേ? ശരിക്കും നമ്മുടെ ഹരി അവൻ അങ്ങനെ തന്നെയാണോ മരിച്ചത്?
കാര്യം പറയാൻ വന്നതാ. സാറിൻ്റെ പ്രഡിക്ഷനും സാർ സഞ്ചരിച്ച വഴികളും എല്ലാം ശരിയായിരുന്നു. ഒരു കാര്യം വിളിച്ച് എൻ്റെ മരണം അതങ്ങനല്ല സാറേ. ഹലോ ഹലോ, ജീവൻ സാറല്ലേ? അതെ അതെ. ആ സാറേ, ഞാൻ കുറേ നേരമായിട്ട് ട്രൈ ചെയ്യുന്നു. ഞാൻ ദീപക സാറേ. പറ ദീപക്. സാറേ, ആ 20 lakhs-ൻ്റെ ആ ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു സാറേ. സാറേ, ആ നോട്ട്സ് സാർ അത് ഫേക്ക് നോട്ട്സ് ആണോ സാർ? വളരും നിഗൂഢതയോ പടരും ദുരൂഹതയോ മൃതിയൊഴുകും നീർച്ചുഴിയോ ചതിയുണരും കനൽ വഴിയിൽ പ്രഹേളിക പോൽ അകലുന്നു കരിമുകിലായി